നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ഷൻ കമ്മീഷണർമാരുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒപ്പം മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതുമാണ് കേട്ടോ. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ആരാണ്? സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അദ്ദേഹത്തിൻ്റെ കാര്യം സുകുമാർ സെന്നിനെ പഠിക്കുമ്പോൾ നമ്മൾ അതോടൊപ്പം പഠിക്കേണ്ടതായിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നേപ്പാളിൻ്റെയും സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ആരാണ്? സുകുമാർ സെൻ തന്നെയാണ് നേപ്പാളിൻ്റെയും സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. നേപ്പാളിൻ്റെയും സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും സുകുമാർ സെൻ തന്നെയാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷണർമാരുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നോക്കിയത്. നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോഴും ആദ്യത്തേത് ആരാണ്, നിലവിലാരാണ്, അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. നേപ്പാളിൻ്റെയും സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ആരാണ്? അതും സുകുമാർ സെൻ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏതൊരു മേഖലയിലും ആദ്യമായിട്ടെത്തിയ വനിത ആരാണെന്നറിയണം അല്ലേ. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത എന്ന് പറയുന്നത് VS രമാദേവിയാണ്. ആരാണ്? VS രമാദേവിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. നേപ്പാളിൻ്റെയും സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും സുകുമാർ സെൻ ആണ്. നമ്മൾ ഒരു മേഖലയിൽ എത്തപ്പെട്ട മലയാളി ആരാണെന്നറിയാൻ എല്ലാവർക്കും നമ്മൾ മലയാളികൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ആരാണെന്ന് നോക്കാം. TN ശേഷനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? TN ശേഷനാണ്. അദ്ദേഹം 1996 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിത VS രമാദേവിയാണ്. നേപ്പാളിൻ്റെയും സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ആരാണ്? സുകുമാർ സെൻ ആണ്. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി ആരാണെന്നറിയാമോ? കല്യാൺ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി. ആരാണ്? കല്യാൺ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി. ആരാണ്? കല്യാൺ സുന്ദരം. അദ്ദേഹം 1958 മുതൽ 1967 വരെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരുന്നത് കല്യാൺ സുന്ദരമാണ്. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് കല്യാൺ സുന്ദരമാണെങ്കിൽ ഏറ്റവും കുറച്ച് കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ചത് ആരാന്ന് നോക്കണ്ടേ? അതും പഠിക്കാൻ എളുപ്പമാണ്. കാരണം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഏറ്റവും കുറച്ച് കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തിയും VS രമാദേവി തന്നെയാണ്. എന്താണ്? ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരുന്നത് VS രമാദേവിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും VS രമാദേവിയാണ്. ഇനി നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആരാണ്? അതൊരു കറണ്ട് അഫെയർ ആണ്. നിലവിലെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നിലവിലെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഗ്യാനേഷ് കുമാർ ആണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. നേപ്പാളിൻ്റെയും സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും സുകുമാർ സെൻ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ്.
ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ചത് കല്യാൺ സുന്ദരമാണ്. ഏറ്റവും കുറച്ച് കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ചത് VS രമാദേവിയാണ്. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ.